നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫിൽ ഭിന്നത രൂക്ഷം. യുഡിഎഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പാണക്കാട് തങ്ങൾ കുടുംബം പങ്കെടുക്കാതിരുന്നതും മുതിർന്ന നേതാക്കൾ വിട്ടുനിന്നതും ചർച്ചയാകുന്നു. അതേസമയം വിവാദങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നും അസൗകര്യം കാരണമാണ് വിട്ടുനിന്നത് എന്നുമുള്ള വിശദീകരണവുമായി നേതാക്കൾ രംഗത്തെത്തി. അൻവർ ഉയർത്തിയ പ്രതിഷേധത്തിന് പിന്നാലെയാണ് യുഡിഎഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് പ്രമുഖ നേതാക്കൾ വിട്ടുനിന്നതും വിവാദമായത്. ആര്യാടൻ ഷൗക്കത്തിനോട് വിയോജിപ്പുള്ള പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ ആരും പങ്കെടുക്കാത്തത് യുഡിഎഫിന് വലിയ ക്ഷീണമായി മാറി. കൂടാതെ കെ സുധാകരനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു. വിവാദം ശക്തമായതോടെ വിശദീകരണവുമായി നേതാക്കൾ രംഗത്തെത്തി. നിങ്ങളിൽ ചില ആളുകൾ തെറ്റിദ്ധരിച്ച് ഞാൻ ഇന്നലെ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുള്ള വാർത്ത കൊടുത്തത് ഞാൻ അറിയുകയുണ്ടായി. അത് ശരിയല്ല. അത് ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ്, എൻ്റെ മണ്ഡലത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ആ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ഉള്ളതുകൊണ്ടാണ് എനിക്ക് അത് മാറ്റിവെക്കേണ്ടി ഇന്നലെ വരാൻ കഴിയാതെ പോയത്. അൻവർ യുഡിഎഫ് ചെയർമാൻ വി.ഡി. സതീശനെതിരെയും സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടും കൺവെൻഷനിൽ പങ്കെടുത്ത ഒരു നേതാക്കളും ഇതിനെതിരെ ഒരക്ഷരം ഉരിയാടിയില്ല. പി.വി. അൻവർ അടഞ്ഞ അധ്യായമെന്നാണ് യുഡിഎഫ് നേതാക്കൾ ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഇനി ഒരു സാധ്യതയില്ല, ഇനി ഒരു ചർച്ചയില്ല. ഇനി ജനങ്ങളുമായിട്ട് മാത്രമേ ചർച്ചയുള്ളൂ. ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളുമായിട്ട് മാത്രമേ ചർച്ചയുള്ളൂ. ആ ചർച്ചയിൽ ആ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾ. വിവാദം കത്തിപ്പടരുമ്പോൾ മാധ്യമങ്ങളെ പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമവും യുഡിഎഫ് നേതാക്കൾ നടത്തുന്നുണ്ട്. മാധ്യമങ്ങളുടെ വ്യാജ പ്രചരണമാണ് വിവാദത്തിന് പിന്നിലെന്നാണ് കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റുമാരായ പി.സി. വിഷ്ണുനാഥും ഷാഫി പറമ്പിലിൻ്റെയും പ്രതികരണം. നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, നിലമ്പൂർ.